ഹായ് നടുവേദന കാരണം ഒരുപാട് ആളുകൾ നമ്മൾക്ക് കമൻറ്റ് ചെയ്യുകയാണ് എന്ത് ചെയ്താലാണ് നടുവേദന മാറ്റാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന 2 എക്സർസൈസുകളാണ്. നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. കാരണം നമ്മൾ പഴയതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ വേദന 2-3 ദിവസം കൊണ്ട് തന്നെ മാറിയിട്ടുണ്ടെന്ന് കമൻറ്റായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതേപോലെ നേരിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് നടുവേദന വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ പോസ്റ്റർ ശരിയാവാനിട്ടായിരിക്കാം, കുറേ സമയം ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ജിമ്മിൽ വെയിറ്റ് എടുത്തുകൊണ്ടായിരിക്കാം. എങ്ങനെയാണെങ്കിലും ഒരു സ്പോർട്സ് പ്ലെയർ ആയിരിക്കാം, ഏതെങ്കിലും കളിക്കുന്ന ആൾക്കാർക്ക് ആയിരിക്കാം, വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കായിരിക്കാം, മുതിർന്നവർക്കായിരിക്കാം, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മെത്തേഡിലാണ് ഈസി സ്ട്രെച്ചാണ്. അതായത് നമ്മളുടെ ബാക്കിനെ സ്ട്രെച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് നടുവേദന ഇല്ലെങ്കിൽ പോലും ഈ സ്ട്രെച്ചിങ്സ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം നമുക്ക് നടുവേദന വരാണ്ടിരിക്കാനുള്ള ഒരു നല്ലൊരു വ്യായാമം കൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായും എക്സർസൈസ് തന്നെയാണ് കാണിക്കുന്നത്. കറക്റ്റ് എങ്ങനെ കിടക്കേണ്ട പൊസിഷൻ ശരിയാക്കേണ്ടതും അതേപോലെ ഇരിക്കേണ്ട പോസ്റ്റർ ശരിയാക്കേണ്ടതും ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് കമൻറ്റിൽ നോക്കിയാൽ മതി. അതേപോലെ മുമ്പ് നമ്മളുടെ വീഡിയോസ് നോക്കിയിട്ട് നടുവേദന മാറിയ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നതും ബാക്കിയുള്ളവർക്ക് ഒരു ഇൻസ്പയറും കൂടിയാവും. അപ്പോൾ നമ്മൾ 2 എക്സർസൈസാണ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡിസ്ക് ബൾജിങ് അതേപോലെ ഹേർണിയേറ്റഡ് ഡിസ്കുള്ള ആൾക്കുകൾക്ക് പോലും ഇത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഡിസ്ക് പ്രോബ്ലം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം എക്സർസൈസ് ചെയ്താൽ മതി. അപ്പോൾ കൈ ഇങ്ങനെ വെക്കാം, ജസ്റ്റ് മുട്ട് രണ്ടും ഇങ്ങനെ കുത്തി വെച്ചു, കൈ ഇങ്ങനെ വെച്ചു. ഇനി ജസ്റ്റ് സിമ്പിളായിട്ട് സ്ലോയിൽ തന്നെ ചെയ്യണം കേട്ടോ, സ്പീഡായിട്ട് ചെയ്യേണ്ടതല്ല. നമ്മളുടെ നെക്ക് താഴോട്ടാക്കിയതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഈ കൈമുട്ടുകൾ രണ്ടും ജസ്റ്റ് ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ പോവാം. ഒരു 10 സെക്കൻഡ് ഈ ഒരു പോസ്റ്ററിൽ നമ്മൾ ഹോൾഡ് ചെയ്യണം. റിലാക്സ് ആയിക്കൊണ്ട്, വലിയ സ്ട്രെയിൻ ഒന്നും കൊടുക്കാണ്ട് ഏറ്റവും റിലാക്സ് ആയിക്കൊണ്ട് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് സ്ലോയിൽ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ വയറിൻ്റെ ഭാഗം ഇങ്ങനെ ആർച്ച് പോലെ ആയിരിക്കും.